Hello everyone. Today we have to discuss interference and diffraction and crystal diffraction of X-rays. ആദ്യം നമുക്ക് ഇൻ്റർഫറൻസ് ആൻഡ് ഡിഫ്രാക്ഷൻ നോക്കാം. ഇൻ്റർഫറൻസും ഡിഫ്രാക്ഷനും പറയുന്നതിൻ്റെ മുന്നേ നമ്മൾ മെയിനായിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയെ കുറിച്ചിട്ട് പറയണം. എന്താണ് വേവിൻ്റെ ഒരു മെയിൻ അല്ലെങ്കിൽ സ്പെഷ്യൽ പ്രോപ്പർട്ടിയാണ് എന്ത്? പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർപൊസിഷൻ. എന്താണ് പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർപൊസിഷൻ? രണ്ട് വേവ് ഒരു മീഡിയത്തിലൂടെ ട്രാവൽ ചെയ്യുകയാണെങ്കിൽ ഈ രണ്ട് വേവും എന്ത് ചെയ്യും? സൂപ്പർ ഇമ്പോസ് ചെയ്യും. എന്നിട്ട് നമുക്കൊരു റിസൾട്ടൻ വേവ് തരും. ഈ റിസൾട്ടൻ വേവിൻ്റെ ആംപ്ലിറ്റ്യൂഡ് എന്നുള്ളത് ഇൻഡിവിജ്വൽ വേവിൻ്റെ ആംപ്ലിറ്റ്യൂഡിന് സമ്മായിരിക്കും. അതല്ലെങ്കിൽ നമുക്ക് വേറൊരു രീതിയിൽ പറയുകയാണെങ്കിൽ രണ്ട് വേവ് എന്ത് ചെയ്യുന്നുണ്ട്? ഒരു പോയിന്റിൽ വെച്ചിട്ട് മീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു വേവ് ഒരു പോയിൻറ്റുമ്പോൾ കൊളൈഡ് ചെയ്യുകയാണെങ്കിൽ ആ പോയിന്റിൽ എന്തുണ്ടാകും? ചില ഡിസ്റ്റർബൻസ് ഒക്കെ ഉണ്ടാകും. ഇപ്പോൾ ഇങ്ങനെ ഒരു ഇൻഡിവിജ്വൽ വേവ് ഉണ്ടാക്കുന്ന ഡിസ്റ്റർബൻസിനേക്കാളും ചിലപ്പം ഗ്രേറ്റർ ആയിരിക്കാം, അതല്ലെങ്കിൽ ലെസ് ആയിരിക്കാം രണ്ട് വേവ് ഒരുമിച്ച് അവിടെ ഉണ്ടാക്കുന്ന ഡിസ്റ്റർബൻസ്. അതായത് എന്ത് ചെയ്യും? ഈ രണ്ട് വേവും കൂടിയും സൂപ്പർ ഇമ്പോസ് ചെയ്തിട്ട് അവിടെ അങ്ങനെ ഒരു റിസൾട്ടൻ വേവ് ഉണ്ടാവും. ഈ റിസൾട്ടൻ വേവാണ് എന്തുണ്ടാക്കുന്നത്? ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇങ്ങനെ രണ്ട് വേവ് സൂപ്പർ ഇമ്പോസ് ചെയ്തിട്ട് ഒരു റിസൾട്ടൻ വേവ് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ എല്ലാ ബിഹേവിയറും ഇൻഡിവിജ്വൽ വേവിൽ നിന്നും വളരെയധികം ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ അതാണ് പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർപൊസിഷൻ. ഈ പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർപൊസിഷൻ എന്ന് പറഞ്ഞിട്ടുള്ള പ്രോപ്പർട്ടി രണ്ട് ഫിനോമിനയിലേക്കാണ് ലീഡ് ചെയ്യുന്നത്. ഏതൊക്കെ ഫിനോമിനാസ്? ഇൻ്റർഫറൻസ് ആൻഡ് ഡിഫ്രാക്ഷന്. ഈ ഇൻ്റർഫറൻസും ഡിഫ്രാക്ഷനും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയ ഒരു ബേസിക് ഒരു ബെസ്റ്റ് എക്സാമ്പിളാണ് യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻറ്റ്. എന്താണ് യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻറ്റ്? ഒരു മോണോക്രോമാറ്റിക് പ്ലെയിൻ വേവ് ഒരു ഡബിൾ സ്ലിറ്റ് ബാരിയർമ വന്നിട്ട് ഇൻസിഡൻറ്റ് ചെയ്യാണ്. അപ്പോൾ അത് ഈ ഫിഗറിൽ കാണിച്ചിട്ടുണ്ട്. എന്തൊക്കെ വേണം? പ്ലെയിൻ വേവ് ഫ്രണ്ട് വേണം, ഡബിൾ സ്ലിറ്റ് വേണം, സ്ക്രീന് വേണം. ഈ ഡബിൾ സ്ലിറ്റും സ്ക്രീനും തമ്മിൽ അത്യാവശ്യം ഡിസ്റ്റൻസിലായിരിക്കും പ്ലേസ് ചെയ്തിട്ടുണ്ടാവുക. ഒരു മോണോക്രോമാറ്റിക് പ്ലെയിൻ വേവ് ഒരു ഡബിൾ സ്ലിറ്റ് ബാരിയർമ വന്ന് ഇൻസിഡൻറ്റ് ചെയ്യുമ്പോൾ ആ സ്ലിറ്റിലൂടെ പ്ലെയിൻ വേവ് എന്ത് ചെയ്യും? ഡിഫ്രാക്റ്റ് ചെയ്യും. നമ്മൾ പറഞ്ഞു സ്ലിറ്റും സ്ക്രീനും തമ്മിൽ അത്യാവശ്യം സ്പേസ് ഉണ്ട്. സോ ഇതിലൂടെ ഡിഫ്രാക്റ്റ് ചെയ്യുന്ന പ്ലെയിൻ വേവ് ഈ റീജിയനിൽ വെച്ചിട്ട് എന്ത് ചെയ്യും? ഓവർലാപ്പ് ചെയ്യും. അങ്ങനെ ഓവർലാപ്പ് ചെയ്യുമ്പോൾ അവിടെ എന്ത് സംഭവിക്കും? ഇൻ്റർഫറൻസ് എന്ത് ചെയ്യും? നടക്കും. ഇൻ്റർഫറൻസ് നടക്കുക എന്ന് പറഞ്ഞാൽ ഈ രണ്ട് വേവും കൂടിയും എന്ത് ചെയ്യും? സൂപ്പർ ഇമ്പോസ് ചെയ്തിട്ട് ഒരു ന്യൂ വേവ് പ്രൊഡ്യൂസ് ചെയ്യും. ഈ ന്യൂ വേവിൻ്റെ ആംപ്ലിറ്റ്യൂഡ് എന്നുള്ളത് എന്തായിരിക്കും? ഇൻഡിവിജ്വൽ വേവിൻ്റെ ആംപ്ലിറ്റ്യൂഡിൻ്റെ വെക്റ്റർ സമ്മായിരിക്കും ഈ ന്യൂ വേവിൻ്റെ ആംപ്ലിറ്റ്യൂഡ് എന്നുള്ളത്. അതായത് എന്താണ്? ഒറിജിനൽ വേവിൻ്റെ ആംപ്ലിറ്റ്യൂഡിൻ്റെ വെക്റ്റർ സമ്മായിരിക്കും ന്യൂ വേവിൻ്റെ ആംപ്ലിറ്റ്യൂഡ് എന്നുള്ളത്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇങ്ങനെ വേവ്സ് എന്ത് ചെയ്യും? ഓവർലാപ്പ് ചെയ്യുന്നു. ഇങ്ങനെ ഓവർലാപ്പ് ചെയ്യുമ്പോൾ ചില ടൈമിൽ ചില പോയിൻറ്റ്സിൽ രണ്ട് വേവിന് ക്രസ്റ്റുകൾ തമ്മിലായിരിക്കും ഓവർലാപ്പ് ചെയ്യുന്നുണ്ടാവുക. സോ അങ്ങനത്തെ കേസിൽ റിസൾട്ടൻ ആംപ്ലിറ്റ്യൂഡ് എന്തായിരിക്കും? മാക്സിമം ആയിരിക്കും. അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞത്? ഈ സ്ലിറ്റിലൂടെ ഡിഫ്രാക്റ്റ് ചെയ്യുന്ന വേവ് ഈ സ്ലിറ്റിൻ്റെയും സ്ക്രീനിൻ്റെ ഇടയിൽ വെച്ചിട്ട് എന്ത് ചെയ്യും? ഓവർലാപ്പ് ചെയ്യും. അങ്ങനെ ഓവർലാപ്പ് ചെയ്യുമ്പോഴാണ് അവിടെ ഇങ്ങനെ എന്ത് സംഭവിക്കുന്നത്? ഇൻ്റർഫറൻസ് സംഭവിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഓവർലാപ്പ് ചെയ്തിട്ട് എന്ത് ചെയ്യും? ന്യൂ വേവ് പ്രൊഡ്യൂസ് ചെയ്യും. ഈ ന്യൂ വേവിൻ്റെ ആംപ്ലിറ്റ്യൂഡ് എന്നുള്ളത് എന്തായിരിക്കും? ഇൻഡിവിജ്വൽ വേവിൻ്റെ ആംപ്ലിറ്റ്യൂഡിൻ്റെ വെക്റ്റർ സമ്മായിരിക്കും. സോ ഇങ്ങനെ ഓവർലാപ്പ് ചെയ്യുമ്പോൾ ചില പോയിൻറ്റ്സിൽ രണ്ട് ക്രസ്റ്റുകൾ തമ്മിലായിരിക്കും ഓവർലാപ്പ് ചെയ്യുക. അങ്ങനത്തെ കേസസിൽ നമുക്ക് മാക്സിമം ആംപ്ലിറ്റ്യൂഡ് കിട്ടും. അതുകൊണ്ട് തന്നെ ഇൻറ്റൻസിറ്റി ഓഫ് ലൈറ്റ് എന്നുള്ളത് മാക്സിമം ആയിരിക്കും. അപ്പോൾ ഇതേ ഒരു ബ്രൈറ്റ് സ്പോട്ടായിട്ടാണ് എന്ത് ചെയ്യുക? അപ്പിയർ ചെയ്യുക. നമ്മുടെ എക്സ്പെരിമെൻറ്റിൽ ഒരു ബ്രൈറ്റ് സ്പോട്ടായിട്ടാണ് എന്ത് ചെയ്യുക? അപ്പിയർ ചെയ്യുക. ഇതിനെയാണ് എന്തെന്ന് പറയുക? കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് എന്ന് പറയുക. അതായത് രണ്ട് വേവിൻ്റെയും ക്രസ്റ്റുകൾ തമ്മിൽ മീറ്റ് ചെയ്തിട്ട് നമുക്ക് മാക്സിമം റിസൾട്ടൻ ആംപ്ലിറ്റ്യൂഡ് കിട്ടുന്ന അത് ഒരു ബ്രൈറ്റ് സ്പോട്ടായിട്ട് കാണും. ഇതിനെയാണ് കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് എന്ന് പറയുന്നത്. നമ്മൾ സ്ക്രീനിൽ ഒരു പോയിൻ്റ് കൺസിഡർ ചെയ്തു. ഈ പോയിന്റിൽ നിന്നും രണ്ട് സ്ലിറ്റിലേക്കുള്ള ഡിസ്റ്റൻസ് x1ഉം x2 ആയിട്ട് എടുക്കുകയാണ്. അപ്പോൾ നമുക്കത് വെച്ചിട്ട് നമുക്ക് ഈ കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസിൻ്റെ കണ്ടീഷൻ പറയാൻ പറ്റും. അപ്പോൾ എന്താണ് കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസിൻ്റെ കണ്ടീഷൻ എന്ന് വെച്ചാൽ ഈ രണ്ട് സ്ലിറ്റിലേക്കുള്ള ഡിസ്റ്റൻസിൻ്റെ ഡിഫറൻസ് എന്നുള്ളത് എന്തിന് ഈക്വൽ ആയിരിക്കും? ഇൻ്റഗ്രൽ നമ്പർ ഓഫ് വേവ് ലെങ്ത്തിന് ഈക്വൽ ആയിരിക്കും. അതായത് x1 - x2 = n ലാംഡ ആയിരിക്കും. ഇവിടെ ഇങ്ങനെ നമ്മൾ മോഡ് x1 - x2 ആണ് എടുക്കുന്നത്. ഇതിലേതാണ് കൂടുതൽ എന്നുള്ളത് നമുക്കറിയില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ മോഡുലസ് ആണ് ഇവിടെ ഇങ്ങനെ കൺസിഡർ ചെയ്യുന്നത്. സോ x1 - x2 = n ലാംഡ ആയിരിക്കും. എന്തിന്? കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസിന്.
വേർ n is equal to 0, 1, 2, 3 എക്സെട്ര. ഇനി നേരത്തെ പറഞ്ഞത് രണ്ട് ക്രസ്റ്റുകൾ തമ്മിൽ ഫോളോ ചെയ്യുമ്പോഴാണ് എന്തുണ്ടാവുക, കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് ഉണ്ടാവുക. ഇനി ഒരു വേവിൻ്റെ ക്രസ്റ്റ് മറ്റേ വേവിൻ്റെ ട്രഫിലാണ് വീഴുന്നതെങ്കിൽ അവിടെ എങ്ങനെ എന്താ ഉണ്ടാവുക, ഡിസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് ആണ് ഉണ്ടാവുക. അതായത് ഒരു വേവിൻ്റെ ക്രസ്റ്റ് മറ്റേ വേവിൻ്റെ ട്രഫിലെ ഫോളോ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന റിസൾട്ടൻ ഇൻറ്റൻസിറ്റി എന്നുള്ളത് മിനിമം ആയിരിക്കും. നേരത്തെ രണ്ട് ക്രസ്റ്റുകൾ മീറ്റ് ചെയ്യുമ്പോൾ റിസൾട്ടൻ ഇൻറ്റൻസിറ്റി മാക്സിമം ആണ് വരിക. പക്ഷേ ഇവിടെ ഇങ്ങനെ ഒരു ക്രസ്റ്റും ഒരു ട്രഫും മീറ്റ് ചെയ്യുമ്പോൾ റിസൾട്ടൻ ഇൻറ്റൻസിറ്റി എന്നുള്ളത് മിനിമം വരും. സോ അതെന്തായിട്ടും അപ്പിയർ ചെയ്യും, ഒരു ഡാർക്ക് സ്പോട്ടായിട്ട് അപ്പിയർ ചെയ്യും. മാക്സിമം ബ്രൈറ്റ് സ്പോട്ടായിട്ട് അപ്പിയർ ചെയ്യുമ്പോൾ മിനിമം ഡാർക്ക് സ്പോട്ടായിട്ട് അപ്പിയർ ചെയ്യും. ഇതിനെയാണ് എന്തെന്ന് പറയുക, ഡിസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് എന്ന് പറയാം. നമ്മൾ x1ഉം x2ഉം വെച്ചിട്ട് നമ്മൾ എന്തിനുള്ള കണ്ടീഷൻ പറഞ്ഞു, കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസിനുള്ള കണ്ടീഷൻ പറഞ്ഞു. സോ അത് വെച്ചിട്ട് നമുക്ക് ഡിസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസിനുള്ള കണ്ടീഷനും പറയാം. ഡിസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസിനുള്ള കണ്ടീഷൻ എന്താ വരിക, മോഡുലസ് x1 മൈനസ് x2 ഈസ് ഈക്വൽ ടു n+12 അവിടെ അങ്ങനെ ഡിഫറൻസ് ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് വേവ് ലെങ്ത് ആണ് വരിക. ഇവിടെ അങ്ങനെ ഹാഫ് ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് വേവ് ലെങ്ത് ആണ് വരിക. ഇവിടെ n is equal to എന്താണ്, 0, 1, 2, 3 എക്സെട്രയാണ് വരിക. അപ്പോൾ നമ്മൾ എന്ത് പറഞ്ഞു, കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസും ഡിസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസും എന്താണെന്നുള്ള കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്തു. നമുക്ക് nth മാക്സിമക്കും nth മിനിമക്കുള്ള എക്സ്പ്രഷൻ കണ്ടുപിടിക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ഫിഗർ എടുത്തിട്ടുണ്ട്. ഈ ഫിഗർ എന്താ കാണിച്ചിട്ടുള്ളത്, രണ്ട് സ്ലിറ്റും തമ്മിലുള്ള ഡിസ്റ്റൻസ് സ്മോൾ ലെറ്റർ d ആണ്. പിന്നെ സ്ലിറ്റ് അല്ലെങ്കിൽ ഡബിൾ സ്ലിറ്റും അതുപോലെ തന്നെ സ്ക്രീനും തമ്മിലുള്ള ഡിസ്റ്റൻസ് ക്യാപിറ്റൽ d ആണ്. ഈ സ്ക്രീനിൽ നമ്മളൊരു പോയിൻ്റ് എടുത്തു. ഈ പോയിൻ്റിൽ നിന്ന് ഫസ്റ്റ് സ്ലിറ്റിക്കുള്ള ഡിസ്റ്റൻസ് x1 ആണ്, സെക്കൻഡ് സ്ലിറ്റിക്കുള്ള ഡിസ്റ്റൻസ് x2 ആണ്. ഈ പോയിൻറ്റിന് സ്ക്രീനിൻ്റെ സെൻറ്ററിക്കുള്ള ഡിസ്റ്റൻസ് yn ആണ്. അതല്ലെങ്കിൽ നമുക്ക് yn എന്ത് എന്ന് പറയാം, nth മാക്സിമക്ക് സ്ക്രീനിൻ്റെ സെൻറ്ററിൽ നിന്നുള്ള ഡിസ്റ്റൻസാണ് yn എന്നുള്ളത്. സ്ക്രീനിൻ്റെ സെൻറ്ററിൽ നിന്ന് ഫസ്റ്റ് സ്ലിറ്റിക്കുള്ള ഡിസ്റ്റൻസ് d/2 ആയിരിക്കും. പിന്നെ നമ്മൾ nth മാക്സിമം എടുത്തു. ഈ nth മാക്സിമം എന്ന് സെക്കൻഡ് സ്ലിറ്റിക്കുള്ള ഡിസ്റ്റൻസ് അപ്പോൾ എന്തായിരിക്കും, d/2 മൈനസ് yn ആയിരിക്കും. ഇതാണ് ഇന്നത്തെ ഓരോ ലെറ്റേഴ്സും ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇനി ഈ ഫിഗറിൽ നിന്ന് നമുക്ക് x1² എഴുതാൻ പറ്റും. നമുക്ക് ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ എടുക്കുകയാണെങ്കിൽ അതിൽ നിന്ന് നമുക്ക് x1² is equal to d² plus d/2 plus yn all square എന്ന് എഴുതാൻ പറ്റും. ഫസ്റ്റ് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ എടുക്കുക. ആൻഡ് സെക്കൻഡ് റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൽ നിന്ന് നമുക്ക് എന്ത് എഴുതാൻ പറ്റും, x2² is equal to d² plus d/2 minus yn all square എന്ന് എഴുതാൻ പറ്റും. ഫസ്റ്റ് ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുത്തു. സെക്കൻഡ് ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുത്തു. ഇനി എന്ത് ചെയ്യുക, ഇക്വേഷൻ 1 മൈനസ് ഇക്വേഷൻ നമ്പർ 2 ചെയ്യുക. അപ്പോൾ എന്ത് വരും, x1² മൈനസ് x2² is equal to d² plus d/2 all square plus yn² plus dyn minus d² minus d/2 all square മൈനസ് yn² പ്ലസ് dyn. അതെന്ത് ചെയ്തിട്ടുണ്ട്, d/2 പ്ലസ് yn ഹോൾ സ്ക്വയറിനെയും അതേപോലെ തന്നെ d/2 മൈനസ് yn ഹോൾ സ്ക്വയറിനെയും നമ്മൾ എക്സ്പാൻഡ് ചെയ്തിട്ടാണ് ഈ എഴുതിയിട്ടുള്ളത്. അപ്പോൾ രണ്ട് ടേം എന്ത് ചെയ്യും, രണ്ട് ടേം അല്ല, എല്ലാ ടേംസും ക്യാൻസലായി പോകും. ബാക്കി രണ്ട് ടേംസാണ് ഉണ്ടാവുക. അത് രണ്ടും കൂടി ആഡ് ചെയ്താൽ എന്ത് വരും, 2dyn എന്ന് വരും. RHSൽ LHSൽ എന്തുണ്ട്, x1² മൈനസ് x2² ഉണ്ട്. സോ അവിടുന്ന് നമുക്ക് yn is equal to എന്തെന്ന് എഴുതാം, x1² മൈനസ് x2² ഡിവൈഡഡ് ബൈ 2d. RHSലുള്ള 2d നമ്മൾ എന്ത് ചെയ്തു, LHSക്ക് കൊടുത്തിട്ട് എഴുതി. ഇക്വേഷൻ ഇങ്ങനെ വരും, x1² മൈനസ് x2² നമുക്ക് എന്തെന്ന് എഴുതാം, x1 പ്ലസ് x2 ഇൻറ്റു x1 മൈനസ് x2 എന്ന് എഴുതാം. അത് ആർക്കും എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. എന്താണ്, a² മൈനസ് b² എന്താണ്, a മൈനസ് b ഇൻറ്റു a പ്ലസ് b. അത് വെച്ചിട്ട് നമ്മൾ അങ്ങനെ എഴുതി. ഇതിന് നമ്മൾ ഇക്വേഷൻ നമ്പർ 3 കൊടുക്കുകയാണ്. ഇനി ഒരു എക്സ്പെരിമെൻറ്റ് നമ്മൾ എടുക്കുകയാണെങ്കിൽ അധികം ക്യാപിറ്റൽ D എന്നുള്ളത് നമ്മൾ 1 മീറ്റർ ആയിട്ടാണ് എടുക്കുക. ഇപ്പോൾ ക്യാപിറ്റൽ D 1 മീറ്റർ ആണെങ്കിൽ yn സ്മോൾ ലെറ്റർ ഡിയും അധികം 1 മില്ലിമീറ്റർ ആയിരിക്കും. വളരെ ചെറിയ ഡിസ്റ്റൻസേ ഉണ്ടാവുള്ളൂ, 1 മില്ലിമീറ്റർ ഒക്കെയാണ് വരിക. അപ്പോൾ അത് വെച്ച് നോക്കുകയാണെങ്കിൽ x1 അപ്രോക്സിമേറ്റ്ലി എന്തിന് ഈക്വൽ ആയിരിക്കും, ക്യാപിറ്റൽ Dക്ക് ഈക്വൽ ആയിരിക്കും. x2ഉം അപ്രോക്സിമേറ്റ്ലി ക്യാപിറ്റൽ Dക്ക് ഈക്വൽ ആയിരിക്കും. അത് എവിടുന്നാണ് എഴുതിയത്, നമ്മൾ ഇക്വേഷൻ നമ്പർ 1 ഇക്വേഷൻ നമ്പർ 2 എഴുതി വെച്ചിട്ടുണ്ട്. അവിടുന്ന് നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. സോ x1 പ്ലസ് x2 എന്താ വരിക, 2d ആണ് വരിക. അത് നമ്മൾ ഇക്വേഷൻ നമ്പർ 3ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ yn is equal to എന്തെന്ന് വരും, x1 മൈനസ് x2 ഇൻറ്റു
2D/2D എന്ന് വരും. 2 ക്യാൻസലായി പോകുമ്പോൾ ക്യാപിറ്റൽ D/D എന്ന് വരും. സോ അറ്റ് മാക്സിമത്തിൽ yn എന്തെന്ന് വരും? n ലാംഡ d/d എന്ന് വരും. കാരണം മാക്സിമത്തിൽ x1 - x2 എന്താണ്? n ലാംഡയാണ്. ആൻഡ് മിനിമത്തിൽ എന്ത് വരും? n+12 ലാംഡ d/d എന്ന് വരും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? മാക്സിമത്തിനും മിനിമത്തിനുള്ള എക്സ്പ്രഷൻ കിട്ടി. അടുത്ത് നമുക്ക് ക്രിസ്റ്റൽ ഡിഫ്രാക്ഷൻ ഓഫ് എക്സ്റേ നോക്കാം. ഇത് ഡിസ്കസ് ചെയ്യുന്നതിൻ്റെ മുന്നേ നമ്മൾ ഡിഫ്രാക്ഷൻ ഗ്രേറ്റിങ്ങിനെ കുറിച്ചിട്ട് പറയണം. ഡിഫ്രാക്ഷൻ ഗ്രേറ്റിംഗ് എന്നുള്ളത് ലൈറ്റിൻ്റെ ഇൻ്റർഫറൻസ് ഒബ്സർവ് ചെയ്യാനുള്ള ഒരു ഡിവൈസാണ് ഡിഫ്രാക്ഷൻ ഗ്രേറ്റിംഗ്. ഈ ഡിഫ്രാക്ഷൻ ഗ്രേറ്റിങ്ങിൽ എങ്ങനെയെന്ന് വെച്ചാൽ ഒരു സോഴ്സ് ഓഫ് ലൈറ്റ് അതല്ലെങ്കിൽ ഒരു വേവ് ഫ്രണ്ട് ഒരു ബാരിയറിലൂടെ പാസ് ചെയ്യുകയാണ്. നേരത്തെ നമ്മൾ യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻറ്റിൽ ബാരിയറിൽ 2 സ്ലിറ്റാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ഇവിടെ അങ്ങനെ ബാരിയറിൽ ധാരാളം സ്ലിറ്റ് ഉണ്ട്. 1000 അല്ലെങ്കിൽ 10,000 സ്ലിറ്റ്സ് ഉള്ള ഒരു ബാരിയറാണ് നമ്മൾ എടുക്കുന്നത്. ഇതിലൂടെയാണ് പാസ് ചെയ്യുന്നത്? വേവ് ഫ്രണ്ട് പാസ് ചെയ്യുന്നത്. അങ്ങനെ പാസ് ചെയ്യുമ്പോൾ അവിടെ അങ്ങനെ എന്ത് നടക്കും? ഡിഫ്രാക്ഷൻ നടക്കും. അത് നമ്മൾ ഒരു സ്ക്രീനിൽ ഒബ്സർവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇത് നിങ്ങൾ ലാബിലൊക്കെ എക്സ്പെരിമെൻ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട് ഡിഫ്രാക്ഷൻ ഗ്രേറ്റിംഗ് എന്നുള്ളത്. നമ്മളൊരു വിസിബിൾ ലൈറ്റാണ് അതിലൂടെ പാസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? വിബ്ജിയോർ കിട്ടും സ്ക്രീനിൽ. സോ ഇവിടുന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡിഫറെൻറ്റ് കളേഴ്സിൻ്റെ വേവ് ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ കഴിയും. കാരണം വെച്ചാൽ ഡിഫ്രാക്ഷൻ ഗ്രേറ്റിങ്ങിന് ഇൻ്റർഫറൻസ് മാക്സിമക്കൽ ഇക്വേഷൻ എന്താണ്? d sin θ = n ലാംഡ. ഇവിടെ ഇങ്ങനെ ഡിഫറെൻറ്റ് ആംഗിളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡിഫറെൻറ്റ് വേവ് ലെങ്ത് കിട്ടും. ഇതിൽ സ്മോൾ ലെറ്റർ d എന്നുള്ളത് എന്താണ്? സ്ലിറ്റ് സ്പേസിംഗ് ആണ്. അതുപോലെ തന്നെ n എന്നുള്ളത് ഓർഡറാണ്. അപ്പോൾ നിങ്ങൾ സ്പെക്ട്രോമീറ്ററിലാണ് ഈ എക്സ്പെരിമെൻറ്റ് ചെയ്യുക. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് ഓർഡറും കിട്ടും സെക്കൻഡ് ഓർഡറും കിട്ടും. അതാണ് n എന്നുള്ളത്. ഫസ്റ്റ് ഓർഡർ ആകുമ്പോൾ 1, സെക്കൻഡ് ഓർഡർ ആകുമ്പോൾ 2. എൻ്റെ വാല്യൂ എന്തൊക്കെ വരാം? 1, 2, 3 എക്സെട്ര വരാം. അപ്പോൾ നമുക്ക് വേവ് ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു യൂസ്ഫുൾ ഡിവൈസാണ് ഇത് ഡിഫ്രാക്ഷൻ ഗ്രേറ്റിംഗ് എന്നുള്ളത്. ഇവിടെ ഇങ്ങനെ സൈൻ തീറ്റയുടെ വാല്യൂ 0.3ൻ്റെയും 0.5ൻ്റെ ഇടയിലാണ് വരിക. ആൻഡ് d എന്നുള്ളത് എന്തായിരിക്കും? ലാംഡയുടെ ഒരു ഫ്യൂ ടൈംസ് ആയിട്ടാണ് വരിക. സോ നമ്മൾ വിസിബിൾ ലൈറ്റ് എടുക്കുമ്പോൾ ഇവിടെ ഇങ്ങനെ ഡിഫിക്കൾട്ടാണ്. പക്ഷേ എക്സ്റേസ് എടുക്കുമ്പോൾ എക്സ്റേസിൻ്റെ വേവ് ലെങ്ത്ത് നമുക്കറിയാം 0.1 നാനോമീറ്റർ ആ ഓർഡറിലാണ് വരിക. നമ്മൾ ഏതൊരു മെറ്റീരിയൽ എടുത്താലും അതിൻ്റെ ആറ്റം സ്പേസിങ് എന്തായിരിക്കും? ഈ ഒരു ഓർഡറിലായിട്ടായിരിക്കും വരിക. സോ എക്സ്റേസിൻ്റെ കേസിൽ നമുക്കിത് എന്തായിരിക്കും? പോസിബിളാണ്. ഇതാണ് ഇപ്പോൾ ഈ പറഞ്ഞതാണ് എന്ത്? ഒരു ഓർഡിനറി ഡിഫ്രാക്ഷൻ ഗ്രേറ്റിംഗ് എന്നുള്ളത്. ഒരു ഓർഡിനറി ഡിഫ്രാക്ഷൻ ഗ്രേറ്റിങ്ങിൻ്റെ ഇൻ്റർഫറൻസ് മാക്സിമക്കൽ ഇക്വേഷൻ എന്താണ്? d sin θ = n ലാംഡയാണ്. നമ്മൾ എന്ത് ചെയ്യാണ്? ഒരു ക്രിസ്റ്റൽ കൺസിഡർ ചെയ്യാണ്. ഈ ക്രിസ്റ്റൽ ഒരു 2 ഡയമെൻഷണൽ സൈസ് ഓഫ് ക്രിസ്റ്റലാണ് ഇവിടെ ഇങ്ങനെ നമ്മൾ എടുത്തിട്ടുള്ള ഈ ഫിഗറിൽ കാണിച്ചിട്ടുണ്ട്. എന്നിട്ട് ഈ ക്രിസ്റ്റലിൻ്റെ മുകളിലായിട്ട് എക്സ്റേ ബീം വന്നിട്ട് പതിക്കുകയാണ്. ഇങ്ങനെ എക്സ്റേ ബീം പതിക്കുമ്പോൾ എക്സ്റേ ബീം എന്ത് ചെയ്യും? റിഫ്ലക്റ്റ് ചെയ്യും. ഫിഗറിൽ നമ്മൾ ഓരോ ക്രിസ്റ്റൽ പ്ലെയിൻസ് ആയിട്ടാണ് കാണിച്ചിട്ടുള്ളത്. ഓരോ 2 ക്രിസ്റ്റൽ പ്ലെയിനുകൾ തമ്മിലുള്ള സ്പേസിങ് എന്താണ്? സ്മോൾ ലെറ്റർ d ആണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു എക്സ്റേസ് ഈ ക്രിസ്റ്റലിൽ വന്നിട്ട് ഇൻസിഡൻറ്റ് ചെയ്യും. ഇങ്ങനെ ഇൻസിഡൻറ്റ് ചെയ്യുന്ന എക്സ്റേസിൻ്റെ ഒരു പോർഷന് എന്ത് ചെയ്യും? ഫ്രണ്ട് പ്ലെയിന് റിഫ്ലക്റ്റ് ചെയ്യും. അനദർ പോർഷന് സെക്കൻഡ് പ്ലെയിന് റിഫ്ലക്റ്റ് ചെയ്യും. അങ്ങനെ ഓരോ പ്ലെയിനും എന്ത് ചെയ്യും? ഓരോ പോർഷൻസ് റിഫ്ലക്റ്റ് ചെയ്യാണ് ചെയ്യുക. അപ്പോൾ ഈ ഫ്രണ്ട് പ്ലെയിന് റിഫ്ലക്റ്റ് ചെയ്യുന്ന വേവിൻ്റെ പിന്നിലായിട്ടായിരിക്കും സെക്കൻഡ് പ്ലെയിന് റിഫ്ലക്റ്റ് ചെയ്യുന്ന വേവ് മൂവ് ചെയ്യുക. കാരണം സെക്കൻഡ് പ്ലെയിന് റിഫ്ലക്റ്റ് ചെയ്യുന്ന വേവിന് എക്സ്ട്രാ 2D sin θ കൂടി മൂവ് ചെയ്യേണ്ടി വരും. കാരണം ഇൻസിഡൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എക്സ്ട്രാ d sin θ മൂവ് ചെയ്യണം. അങ്ങനെ ഇൻസിഡൻറ്റ് ചെയ്തതിന് ശേഷം റിഫ്ലക്റ്റ് ചെയ്താലും അത് എക്സ്ട്രാ d sin θ മൂവ് ചെയ്താൽ മാത്രമേ ഫ്രണ്ട് പ്ലെയിന് റിഫ്ലക്റ്റ് ചെയ്യുന്ന വേവിൻ്റെ അവിടെ എത്താൻ കഴിയുള്ളൂ. സോ ടോട്ടൽ എക്സ്ട്രാ 2D sin θ എന്ത് ചെയ്യണം? മൂവ് ചെയ്യണം ഈ സെക്കൻഡ് പ്ലെയിന് റിഫ്ലക്റ്റ് ചെയ്യുന്ന വേവിന്. സോ ഇവിടെ ഇങ്ങനെ നമ്മൾ ഇൻ്റർഫറൻസ് മാക്സിമക്കുള്ള ഒരു ബേസിക് എക്സ്പ്രഷൻ എഴുതുമ്പോൾ എങ്ങനെയാണ് എഴുതുക? 2D sin θ = n ലാംഡയാണ് എഴുതുക. അതായത് ആ ഒരു ഡിഫറൻസ് എന്തായിരിക്കും? 2D sin θ ആയിരിക്കും. നമ്മൾ ഫസ്റ്റ് ഇൻ്റർഫറൻസ് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു ഇൻ്റർഫറൻസ് മാക്സിമക്കുള്ള ഇക്വേഷൻ എന്താണ്? മോഡുലസ് x2 - x1 = n ലാംഡ. സോ ഇവിടെ ഇങ്ങനെ ആ ഡിഫറൻസ് എന്താണ്? 2D sin θ ആണ്. സോ 2D sin θ = n ലാംഡ എന്ന് വരും. ഇവിടെ ഇനി n = എന്താണ്? 1, 2, 3 എക്സെട്രയാണ് വരിക. ഈ തീറ്റ എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ്? ക്രിസ്റ്റൽ പ്ലെയിന് അല്ലെങ്കിൽ ഫേസ് ഓഫ് ദ ക്രിസ്റ്റലും ഇൻസിഡൻറ്റ് റേയും തമ്മിലുള്ള ആംഗിളാണ് തീറ്റ എന്നുള്ളത്.
അപ്പോൾ ഈ ഒരു ഇക്വേഷനെയാണ് എന്ത് എന്ന് പറയുക, ബ്രാഗ്സ് ലോ എന്ന് പറയുക. ഇതിന് 2D sin theta is equal to n lambda തന്നെയാണ് ബ്രാഗ്സ് ലോ ഫോർ എക്സ്റേ ഡിഫ്രാക്ഷൻ എന്ന് പറയാം. പിന്നെ നമ്മൾ എന്തൊക്കെ ഡിസ്കസ് ചെയ്തു, ഇൻ്റർഫറൻസ് എന്താണ്, ഡിഫ്രാക്ഷൻ എന്താണ്, പിന്നെ ഇൻ്റർഫറൻസ് മാക്സിമക്കൽ ഇക്വേഷന്, മിനിമക്കൽ ഇക്വേഷന്, പിന്നെ ഡിഫ്രാക്ഷൻ ഗ്രേറ്റിങ്ങിനെ കുറിച്ചിട്ട് പറഞ്ഞു, എക്സ്റേ ഡിഫ്രാക്ഷൻ ഗ്രേറ്റിങ്, അതുപോലെ ബ്രാഗ്സ് ലോ നമ്മൾ പറഞ്ഞു. എന്താണ് ബ്രാഗ്സ് ലോ? 2D sin theta is equal to n lambda. ഇത്രയും കാര്യമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. സോ ലെറ്റ് us wind up the class. Thank you.